ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇനി കറി വെക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചുറ്റിയും പറ്റി നിൽക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ കണ്ണ് പോകാൻ മുരിങ്ങടയിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്നും കൂടെ നമ്മൾ മുരിങ്ങടല വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ ഇപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല. എന്താ വെച്ചാൽ ഷാജേട്ടൻ വരണതും പോണതൊക്കെ ഒരു നേരം. പിന്നെ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പോണത് വൻ നഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചാൽ 100 രൂപ വണ്ടിക്ക് തന്നെ ആവും. പിന്നെ അത് കൊടുത്തൊരു 100 രൂപയ്ക്ക് മീനും കൂടെ വാങ്ങുമ്പോഴേക്കും മീൻ കൂട്ടാണ്ടിരിക്കുകയാണ് നല്ലത് തോന്നും. കണ്ണൻകുട്ടിക്ക് സ്കൂളും ഉണ്ടല്ലോ, ക്ലാസ് ഉണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ മീൻ കിട്ടാൻ വേണ്ടി വലിയ പാടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് മുരിങ്ങടല ആയിക്കോട്ടെ. കുറച്ച് ദിവസമായി ഇപ്പോൾ നമ്മൾ മുരിങ്ങടല കഴിച്ചിട്ട്, എന്തായാലും മുരിങ്ങടല നല്ലതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയി മുരിങ്ങടലൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല വാടി ഇങ്ങനെ മഞ്ഞച്ച് നിൽക്കുന്നുണ്ട്. വിലയ്ക്കൊക്കെ നല്ലോണം വാടി. ഇപ്പോൾ ഇനിയിപ്പോൾ ചൂടും വേനലൊക്കെ ആയില്ലേ, അതിൻ്റേതാവും. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, പൂവിട്ടാൽ പൊട്ടിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ അതിനകത്തുനിന്ന് നല്ല ഇലകൾ നോക്കിയിട്ട് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയില്ല, നാളികേരം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്കൊന്നും താളിപ്പല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. മുരിങ്ങടല പിന്നെ ഇങ്ങനെ വെച്ചാലും നമുക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ പൊട്ടിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാനും എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട്, ഒരു ഉപ്പേരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഉഷാറായി. ഇന്നിപ്പോൾ മുട്ട ആയതുകൊണ്ട് തന്നെ അതിനോട് ആർക്കും ഇപ്പോൾ വലിയ താല്പര്യമില്ല. അത് പിന്നെ സിമ്പിളായിട്ട് നമുക്കിവിടെ കിട്ടാൻ കൂടുതലുണ്ട്, വണ്ടിയിലും ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ കടയിലേക്ക് ഓടിയിട്ടാണെങ്കിലും അത് കിട്ടും. ഉള്ളിലിരിക്കുന്നതിനെക്കാട്ടിലും ഭേദം പുറത്തിരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുരിങ്ങടല ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് ഇവിടെ തന്നെ പുറത്ത് തന്നെ നമ്മുടെ ബാക്കിൽ അടുക്കള വശത്തുള്ള മുറ്റത്ത് കസാരയൊക്കെ ഇട്ടിരുന്ന് സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂജിട്ടി ഇതേപോലെ സംസാരിക്കാൻ വേണ്ടി ഉണ്ടാകുമ്പോൾ എനിക്കിഷ്ടമാണ്. മറ്റേത് ഞാൻ ആ അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. അത് പറ്റില്ല വെച്ചാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഇവിടെയും പോയിരുന്നിട്ട് എന്താ എന്ന് എനിക്ക് തോന്നും. ഇങ്ങനെ പുറത്തിരുന്നിട്ട് എനിക്ക് കുക്ക് ചെയ്യുക, പുറത്തിരുന്ന് കഷ്ണം നുറുക്കുക എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഈ അകത്തിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ഇവിടെ പിന്നെ പുറത്ത് അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലവും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പുറത്തും ഇപ്പുറത്തൊന്നും സ്ഥലമല്ല. പിന്നെ ഇപ്പോൾ ഈ പോണ ഈ വഴിയാണ് ഇവിടെ എനിക്ക് അങ്ങനെ ഒരു വൃത്തിയായിട്ട് വെച്ചാൽ നമുക്കൊരു അടുപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പേസ് വേണ്ടേ വൃത്തിയിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇല്ലാത്തതുകൊണ്ട് പുറത്ത് അടുപ്പുണ്ടാക്കുക എന്നുള്ളത് 2 കൊല്ലമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്. പിന്നെ നമ്മൾ ഈ വാടകയ്ക്ക് ആയതുകൊണ്ട് എപ്പോൾ കെട്ടിപ്പെറുക്കി പോകണമെന്ന് അറിയാത്തതുകൊണ്ടും ഞാൻ പിന്നെ അതിന് മെനക്കെടാണ്ട് അടുക്കളയിൽ തന്നെ നിന്നിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് പൂജിട്ടിയോടെ ഒരു പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് 2 ആളുടെയും കൂടെ കയ്യിൽ നിന്ന് പോയതാട്ടോ ആ എക്സ്പ്രഷൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് മുരിങ്ങടലൊക്കെ ഉണ്ടാക്കി കഴുകി കഴിഞ്ഞ് ഇനി നമുക്ക് 3 കിഴങ്ങുണ്ട്. പൂജിട്ടിക്ക് നല്ല ഇഷ്ടമാണ് കിഴങ്ങുപ്പേരി, കണ്ണൻകുട്ടിക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു കിഴങ്ങുപ്പേരിയും തൈരും ഉണ്ടെങ്കിൽ മാത്രം മതിയിട്ട് നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ മുരിങ്ങ താളിച്ചതും കൂടെ ഉണ്ടല്ലോ, തൈരും ഇരിക്കുന്നുണ്ട്. വേണ്ടവർക്ക് തൈര് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിലേക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ കിഴങ്ങൊക്കെ നേരാക്കാൻ വേണ്ടി ഇനി അകത്തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ നുള്ളിപ്പെറുക്കി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജിട്ടി ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പൂജിട്ടി ഉണ്ടാകുമ്പോൾ വായയ്ക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു 2 നേരം ഫുഡ് കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടിയാൽ മതി. അപ്പോൾ എന്തൊക്കെയോ ആണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് ഇപ്പോൾ എനിക്ക് വലിയ ഒരു ധാരണ ഇല്ല. പല ടോപ്പിക്കുകളും വരുന്നുണ്ട്, എന്താണെന്നുള്ളൊരു വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കണമുണ്ട്. അവളോട് കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം ഇരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് വിളിച്ച് അടുക്കളയിൽ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. കുറച്ച് നേരം ഒന്ന് ഇവിടെ വന്നിരുന്നോളാൻ പറഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ പഠിക്കണ കാലമാണ് അവരെ ഏറ്റവും എല്ലാവരെയും സംബന്ധിച്ച് അടിപൊളി സമയം. നമുക്കത് അറിയില്ല പഠിക്കുന്ന സമയത്ത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പഠിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വില മനസ്സിലാവേണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്തെ കല്യാണം കഴിച്ച് വിടുകയും ചെയ്യുന്നു. ഒരിക്കലും പെൺകുട്ടികളെ നേരത്തെ കാലത്ത് കല്യാണം കഴിച്ച് വിടാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്ത ആളാട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേറൊരു വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ അറിയണ എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിള്ളേർ ആരോടാണെങ്കിലും ഞാൻ പറയും നേരത്തെ കാലത്തെ കല്യാണം കഴിച്ച് പോകാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഒരു കാര്യമില്ല. എന്താ ഇപ്പോൾ കിട്ടാനുള്ള ഏത് സമയത്താണ് നമുക്കൊരു സമയമുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. 18, 19, 20, 21 വയസ്സിലൊന്നും കല്യാണം കഴിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഓരോരോ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് പിള്ളേരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ വലിയ പേടിയാണ്. അതുകൊണ്ട് അവർ പഠിച്ച് അവർക്കൊരു ജോലി ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഏണിങ്സ്, ഒരു വരുമാനം വേണം നമുക്ക്, മാസം ഒരു വരുമാനം വേണം. അത് ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ടേ അവർക്ക്. അതെന്ന് വിചാരിച്ചിട്ട് അഹങ്കാരിയായി വളരുക, അല്ലെങ്കിൽ എനിക്ക് ആരും വേണ്ട തോന്നിയ പോലെ നടക്കുക എന്നുള്ളതല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നമ്മളെ ഒരു ആരുമില്ല ഒറ്റപ്പെടുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റണം. അല്ലാണ്ട് വേഗം ഒരു കയറെടുത്ത് തൂങ്ങുക, അല്ലെങ്കിൽ കൈൻ്റെ ഞരമ്പ് മുറിച്ച് മരിക്കുക. എനിക്ക് മരിക്കുക എന്ന് പോലും അതിനോട് പറയുമ്പോൾ അത്രയും ദേഷ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ.
ഞാൻ ചാവുക എന്നാ പറയുക. എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യണ ഒരു പൊട്ടനും പൊട്ടത്തിയോളാണ്. ജീവിക്കും നമുക്കൊരു ദൈവം തന്നിട്ടുള്ളൊരു ആയുസ്സുണ്ട്. അത് അസലായിട്ട് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ധൈര്യവും തൻ്റെ ഇടവും ദൈവം തന്നിട്ടുണ്ട്. ഒരാളില്ലാന്ന് കരുതി പെട്ടെന്ന് ആ ജീവൻ കളയാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇത്രയും കാലം നോക്കി വളർത്തിയ അച്ഛനും അമ്മയും ഉണ്ടാവില്ല ചിലപ്പോൾ. നമ്മുടെ കൂടെ സ്നേഹിച്ച് ജീവിതകാലം മുഴുവൻ നിൽക്കാന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന മക്കളാണ് ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളും എന്ന് ഞാൻ വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു നിങ്ങളൊരു ഡോക്ടറാവണം. ഞാൻ ഇവിടെ പിള്ളേരോട് പറയും ഡോക്ടറാവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ വക്കീലാവണമെന്നോ അല്ലെങ്കിൽ വലിയൊരു ജോലി വേണമെന്നോ ഉള്ളതല്ല. വിദ്യാഭ്യാസം വേണം, അതിനനുസരിച്ച് ഒരു ജോലി വേണം. ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അതേപോലെ ജോലി വേണമെന്ന് അതും വാശി പിടിക്കണ്ട. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട്, അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അപ്പം നമുക്കൊരു തരക്കേടില്ലാത്തൊരു സാലറിയിൽ ജോലി ചെയ്തിട്ട് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിത്തം കഴിഞ്ഞ മുതൽ ചില പിള്ളേരുണ്ട് പഠിത്തം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും വർഷങ്ങളോളം. അങ്ങനെയല്ല, പിന്നെ അടുത്തത് പഠിക്കാൻ വേണ്ടി പഠിക്കാം. നമുക്കിപ്പോൾ വർക്ക് ചെയ്താലും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴത്തെ കാലം പണ്ടത്തെ കാലം പോലെ നല്ല പിള്ളേർക്ക് ഫോണിൽ എങ്ങനെ വേണമെങ്കിലും പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ബുദ്ധിയുണ്ട് പിള്ളേർക്ക്. പക്ഷെ അവരതിൻ്റെ കൂടെ ഒന്നും പോവാണ്ട് വേറെ പല വഴിക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അതെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഫോഴ്സ് ചെയ്യാറില്ല, അടിക്കാറില്ല, അവരെ വഴക്ക് പറയാറില്ല. തോനെ മാർക്ക് കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവരെ മാർക്കിനെ വെച്ച് ഈ നിമിഷം വരെ ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല. എൻ്റെ മക്കൾ അങ്ങനെ ഞാൻ പറയൂല കേട്ടോ. ഷാജേട്ടൻ പറയുമ്പോൾ ഞാൻ പറയാം അവരെ അങ്ങനെ നിർബന്ധിക്കേണ്ട, പക്ഷെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വരുമാനം നമ്മുടെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ ഇതേപോലെ കടന്ന് കഷ്ടപ്പെടേണ്ടി വരും. ഇല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, ആരെടുത്തും പോയിട്ട് കൈ നീട്ടേം വേണ്ട. നമ്മുടെ ഇപ്പോൾ ഈ ഒരു ജീവൻ അവസാനിപ്പിക്കാൻ നിൽക്കേണ്ട ഒരാവശ്യമില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കണു. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് പേടിയാട്ടോ. പിള്ളേർ വലുതായി വരുമ്പോൾ നമ്മുടെ മക്കളെയും ഒരാളെ വിശ്വസിച്ച് കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതെങ്ങനെ വരും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് അറിയണ കാര്യമില്ല. അതേപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യം കേട്ടോ. ആൺകുട്ടികളെ മോശമാക്കിയിട്ടോ പെൺകുട്ടികളോ നല്ലതാക്കിയിട്ടോ പറയല്ല. രണ്ട് മക്കളുടെയും ജീവൻ വലുതാ. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ പഠിച്ചിട്ടൊരു ജോലി ആയിട്ടൊക്കെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ പെട്ടെന്ന് ഒരു 19-20 വയസ്സാകുമ്പോഴേക്കും നമ്മൾ ബാധ്യത തീർക്കണ പോലെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാണ്ടിരിക്കുക. അത് ഓരോരുത്തരുടെ രക്ഷിതാക്കളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു താല്പര്യമാണ് പറഞ്ഞതെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നോ എനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുള്ളൂ. നേരത്തെ കാലത്തെ കല്യാണം കഴിപ്പിച്ച് അയപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കില്ല. അവർക്ക് ജോലിയായി അവർ പഠിച്ച് അവർ വരുമാനമൊക്കെ ആയിട്ട് ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരു മെച്ചോർഡ് അവർ കല്യാണം അവർ എന്താണെന്നുള്ളത് ജീവിതം അറിയണം. അല്ല അതിൻ്റെ മുന്നേ നമ്മൾ അവർ ഒരു ലൈഫിലേക്ക് ഉന്തി ചാടിപ്പിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കഞ്ഞിവെള്ളത്തിലാണ് മുരിങ്ങയില താളിച്ചത്. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളക് കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു. അത് തിളച്ച് വരുമ്പോൾ ഇത്ര തന്നെ മുരിങ്ങയില ഇടുക, ഉപ്പിടുക, അത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. പിന്നെ കിഴങ്ങുപ്പേരി അടിപൊളിയാണ് ഇട്ടത്. ഇതിലേക്ക് കുറച്ചധികം ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കുക. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളമായിട്ട് ആ കിഴങ്ങ് ഇങ്ങനെ വെന്തിങ്ങോട്ട് ഉടഞ്ഞു പോവരുത്, ഇങ്ങനെ ഉടയാണ്ട് അതിനൊരു മാക്സിമം ഒരു ലേശം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ചെറുതീയിൽ ഇങ്ങനെ നമ്മൾ ഇളക്കി അതിങ്ങനെ വേവിച്ചെടുക്കുക. ആ മസാല കയ്യിലേക്ക് കൊണ്ട് ഇറങ്ങിയിട്ട് അത് മതിയിട്ട്, അതും തൈരും മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണ്. മുരിങ്ങയില താളിച്ചതും കിഴങ്ങുപ്പേരിയുണ്ട്, തൈര് ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ നാരങ്ങാച്ചാറ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ മതി കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇറച്ചി മീനൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ കാര്യങ്ങളൊന്നുമല്ല. ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും, ഇല്ലാത്തപ്പോൾ ഇതിനനുസരിച്ചൊക്കെ തട്ടിക്കൂട്ടി കഴിക്കുകയും ചെയ്യും. അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഫുഡൊക്കെ ആയി. ചോറ് ഓൾറെഡി ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. ഷാജേട്ടനൊക്കെ പോണതിൻ്റെ മുന്നേ, കുളിയൊക്കെ കഴിയുന്നതിൻ്റെ മുന്നേ ഞാനതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്താക്കി വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേറെ ഫുഡിൻ്റെ പരിപാടിയൊന്നുമില്ല. ഉള്ള 2 പാത്രങ്ങൾ അവിടെ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള ഇങ്ങോട്ട് വൃത്തിയായി. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പുറത്തൊന്നും പോകാനും ഇല്ല, വേറെ ഭാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഷാജേട്ടൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടേ പോകേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ തത്രപ്പാടായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഉത്സവത്തിന് നമുക്ക് സ്ഥലം പിടിക്കാൻ വേണ്ടി ഷാജേട്ടൻ പോയിരിക്കുക. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും പൂച്ചട്ടിക്കും മാത്രം മതി ഇന്നും പൂച്ചയൂണ്. കണ്ണൻകുട്ടി ഇനിയിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണമല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവൻ വരുമ്പോൾ കൊണ്ടുവരും, അല്ല പൊരിക്കടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ കൊണ്ടുവരും.
അത് കഴിഞ്ഞ് അടുപ്പത്തെ പരിപാടി കഴിഞ്ഞ് പാത്രം മോറലും അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടിട്ട് നമ്മൾ അലക്കിയിട്ടതൊന്ന് വിരിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇനി ഉച്ചയോടായിട്ടാണ്, ആയി. അപ്പോൾ ഞാൻ വെയിലിൻ്റെ മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, അത് മറന്നതാട്ടോ. പൂച്ചട്ടിയോട് കസർത്തടിച്ചിട്ട് അത് മറന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. ഇനി ആ വെയിലത്ത് അങ്ങനെ അങ്ങോട്ട് ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും അടിപൊളിയായിട്ട് ഇങ്ങനെ പപ്പടം മുരിഞ്ഞ പോലെ ആയിക്കോളും. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇങ്ങനെ തണൽ നോക്കണ്ട, കുറച്ച് കഴിയുമ്പോഴേക്കും അസല് വെയിലാണ്. ഇതിൻ്റെ ബാക്ക് വശം കൂടെ ഉണ്ട് കേട്ടോ, കുറച്ച് സ്ഥലത്ത് അവിടെ ഇടാൻ വേണ്ടിയിട്ടുണ്ട്. ഈ 2 അഴയ്ക്കാണ് നമുക്ക് ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നീറ്റു കേട്ടോ. അപ്പോൾ നമ്മൾ ചോറും മുരിങ്ങയിലയും കിഴങ്ങുപ്പേരൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂടെ തൈര് അടിപൊളിയാണ്, പക്ഷേ എനിക്ക് ആ ഈ മുരിങ്ങയുടെ ഉള്ളതുകൊണ്ട് തൈര് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. ഇനി രാത്രി കഴിക്കുമ്പോൾ തൈര് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. രാത്രി തൈര് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം, പക്ഷേ അങ്ങനെയൊന്നും ഇപ്പോൾ നോക്കിയിട്ടൊന്നും എത്തില്ല. അതുകൊണ്ട് തന്നെ രാത്രി തൈര് കൂട്ടിയിട്ട് ഈ മസാലയുടെ കിഴങ്ങും തൈരും അടിപൊളി കോമ്പിനേഷനാണ്, അത് കൂട്ടി കഴിക്കാൻ വിചാരിച്ചു. ഞാൻ എക്സ്ട്രാ നമ്മുടെ നാരങ്ങാച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. എനിക്ക് അച്ചാറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നാരങ്ങാച്ചാറും മാങ്ങാച്ചാറ്. അപ്പോൾ ഇട്ട മാങ്ങാച്ചാറില്ലേ, ഒരു ഇങ്ങനെ ആ കറുമുറുന്ന് തന്നെ ഫ്രഷോട് കൂടി ഇടില്ലേ, നമ്മൾ അപ്പം ഇടുന്ന മാങ്ങാച്ചാറൊക്കെ ഇഷ്ടമുള്ളൂ. ഇങ്ങനെ അളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങോട്ട് ഇങ്ങനെ ആ കറുമുറ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ. നാരങ്ങാച്ചാറ് ഇങ്ങനെ അലീനോടത്തോളം ടേസ്റ്റ് കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നാരങ്ങാച്ചാറോട് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമുക്ക് ഇനി വൈകുന്നേരമാണ് ക്ലീനിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിച്ചു വാരി തുടയ്ക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ ചോറുണ്ണാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു, കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നുണ്ടായിരുന്നു. പൂജട്ടി അതിൻ്റെ ഇടയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം പോയി. ഞാൻ തുണി മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും വേണ്ടിയിട്ട് നിൽക്കണം. ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ വേറെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിളക്കുകൊളുത്തുന്ന സാമിയുടെ സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ കിടക്കണ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ സാമി സ്റ്റാൻഡൊക്കെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കിയിട്ട് ഞാനിനി അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ച, ഇന്നിപ്പോൾ അമ്പലത്തിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്നും നടന്നില്ല. പോകണമെന്ന് വിചാരിച്ച് അന്ന് പോകാനേ പറ്റില്ല. പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണോ എന്നാൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ചോദിച്ചപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കളി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അവന് വിശക്കണില്ല, വരുമ്പോൾ ലൈമും ഒക്കെ കുടിച്ചു, അതുകൊണ്ട് തന്നെ വിശക്കണില്ല പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൂള ചിപ്സ്. അപ്പോൾ ഇനി അത് കൂട്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ കുടിക്കാം. ചായ ഇപ്പോൾ വലിയൊരു എയിമില്ല കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല തോന്നുന്നത്, വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ട്, ഒരുമാതിരി കുഴഞ്ഞു പോകുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും ഇപ്പോൾ ആവശ്യം, വെള്ളം ഇങ്ങനെ ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ദാഹമാണ് കേട്ടോ കൂടുതൽ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിന്ന് ചായ പരിപാടി വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. എല്ലായിടും ഇങ്ങോട്ട് തുടച്ചിട്ട് വൈകിട്ട് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ അടുത്ത വൈകുന്നേരം ആകുമ്പോഴേക്കും അതങ്ങനെ വൃത്തിയിൽ കിടക്കും. രാവിലെയാണ് തുടയ്ക്കണമെന്ന് വെച്ചാൽ ഈ വണ്ടിയും കാര്യങ്ങളും നമുക്ക് ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് ആകെ അലമ്പാവും. അതുകൊണ്ട് തന്നെ മിക്കതും വൈകിട്ടാവും. അല്ലാത്ത ഇടയ്ക്കൊക്കെയാണ് പകൽ, ചിലപ്പോൾ വൈകിട്ട് തുടച്ചിട്ട് പകൽ അലമ്പായി നമുക്കൊരു സുഖം കിട്ടണില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം രാവിലെയും തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അങ്ങനെ വലിയ കാര്യങ്ങൾ മുഷിച്ചിലൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വൈകിട്ടാണ് കേട്ടോ മാക്സിമം നോക്കുക തുടയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ കാണുന്ന പോലെയല്ല, തുടയ്ക്കാൻ വേണ്ടി അത്യാവശ്യം സ്ഥലമുണ്ട്. മൊത്തം കാണിക്കുമ്പോഴേക്കും നമുക്കൊരു എപ്പിസോഡ് മാത്രം തുടയ്ക്കാം, അത്ര മൊത്തം അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ക്ലീനിങ്ങിൻ്റെ സെക്ഷൻ മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, അതന്നെ അങ്ങനെ. പിന്നെ ഇപ്പം മാറാലൊക്കെ അടുത്ത് തട്ടിയോണ്ട് തന്നെ വലിയ കാര്യമായിട്ട് മാറാലും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ പൂരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ആ സമയം വെച്ചിട്ട് നമുക്കിനി ഒന്നും കൂടി ഒരു ഡീപ്പായിട്ടൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരുങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല, പക്ഷെ അതിന് പുറപ്പെടാൻ വേണ്ടിയിട്ട് വലിയ പാട് അത്രയേ ഉള്ളൂ. അടുക്കള എത്ര തുടച്ചാലേ ഈ വൃത്തിയെ കാണുള്ളൂ കേട്ടോ. അതായത് നിലത്തിൻ്റെ പ്രശ്നം, ഇങ്ങനെ ഒരു പഴയ നില ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അല്ലാണ്ട് നമുക്കിങ്ങനെ ഒരു വെള്ള പൂപ്പൽ പോലെ വരും. അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടച്ചാലും തുടച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തി തോന്നില്ല അങ്ങനെ. അപ്പോൾ ഈ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു, ലാസ്റ്റ് കിച്ചണിൻ്റെ ഭാഗം തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം. തല നനച്ച് കുളിക്കേണ്ട ഒരു 2 നേരം. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ തല നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പണികളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ക്ലീനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ തല വേർത്ത് കഴിഞ്ഞാൽ എനിക്കൊരു ചടപ്പാണ്. അപ്പോൾ ഞാൻ വൈകിട്ടും തല നനയ്ക്കും, അപ്പോൾ ഒരു സുഖമാണ് കേട്ടോ. മറ്റത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴുകിയെന്ന് തോന്നില്ല, അതുകൊണ്ട് ഞാൻ തല നനയ്ക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും തല നനയ്ക്കാൻ വേണ്ടി പറ്റില്ല, വേഗം നീർക്കെട്ടിറങ്ങും. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് സ്കിൻ കെയറിനും കൂടെ എവിടുന്ന സമയം കിട്ടാണ്ടിരിക്കുക.
സമയമില്ലാതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് നമുക്കൊരു ഫേസ് പാക്കൊക്കെ ഇടാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. കടലമാവ് ഒന്നുമില്ല, കടലമാവ്, തൈര്, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. ഇതൊരു ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്യണതാണ്. ഞാനത് നിർത്താണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പൂജയ്ക്ക് ഈ പറഞ്ഞ പോലെ മടി, അപ്പോൾ അവൾക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ആക്കി അയച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ആൾക്കൊരു മൂഡ് തോന്നിയാൽ അവൾ ചെയ്യും. ഞാൻ പിന്നെ ആരെയും മൂഡ് നോക്കില്ല. എനിക്ക് അതിനൊക്കെ സമയം ഞാൻ കണ്ടെത്തി ഞാൻ ചെയ്യും. അത് എൻ്റെ ഒരു ഇഷ്ടം, അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ തേച്ച് ഒന്ന് കുളിച്ച് ഇതേപോലെ ചെറുപയർ പൊടിയോ കടലമാവൊക്കെ തേച്ച് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലൊന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്യണവർക്ക് അതിൻ്റെ ഫീൽ അറിയണ്ടാവും. പക്ഷെ ചെയ്യാത്തവർക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിഷ്ടമാട്ടോ. എത്ര സമയമില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ എണ്ണ തേച്ച് നല്ലോണം എണ്ണ തേച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കടലമാവോ ചെറുപയർ പൊടി തൈരെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സുഖമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് ആ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളുന്ന ആ കുഞ്ഞ് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഒറ്റയ്ക്കൊക്കെ ഒരു തുള്ളി വെള്ളം കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ ആകെ വാടി ഉണങ്ങി തളർന്നിരിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ആ തൊടിയിലുള്ള എല്ലാ മരങ്ങളും വെട്ടിയോണ്ട് തന്നെ നമുക്ക് ഇവിടേക്ക് നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഉള്ള വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് മണി പ്ലാന്റ് വളർന്നിട്ട് ഇങ്ങനെ നീണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വലുതാവണോടത്തോളം അതിനൊക്കെ ഇങ്ങനെ ഇണച്ചിൽ പൊട്ടിച്ചിട്ട് നമ്മുടെ അകത്ത് കുപ്പി ഗ്ലാസ്, പഴയ ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കൊണ്ടുവന്ന് വെക്കും. എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ പച്ചപ്പൊക്കെ നമ്മുടെ അകത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കിച്ചണിൻ്റെ അവിടെ, നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ അവിടെയൊക്കെയാണ് കേട്ടോ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതിന്ന് 2 തല നുള്ളിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കണേൻ്റെ അവിടെ 2 ഗ്ലാസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് അവിടെ വളരുന്നുണ്ട് കേട്ടോ. കിച്ചണിലുള്ളവനാണ് ഒരു അമാന്തത. എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടോ എന്തോന്നറിയില്ല. എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ചെടി. എന്നാലും അതിനൊക്കെ ഒരു തുള്ളി വെള്ളമൊക്കെ കാട്ടി ഞാനിനി ദീപം കാണിക്കാൻ വേണ്ടിയിട്ട്, വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ വിളക്കൊക്കെ വെച്ച് ഇനി പ്രാർത്ഥിച്ച് നമുക്കിനി എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം കുടിക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ലൈം അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതല്ല, എല്ലാം കൂടി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ലൈം അടിക്കണൊക്കെ എല്ലാവർക്കും അറിയണമല്ല കാര്യമല്ലേ വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് നാമജലയിലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈമും പിന്നെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു പൂള ചിപ്സ്, അതും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മർത്ത് വന്നിരുന്നു കേട്ടോ. ഇനി കുറച്ചും കൂടെ നേരം വൈകുമ്പോഴേക്കും ത്രിസന്ധ്യ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ കാലത്തെ വെള്ളമൊക്കെ കുടിച്ച് ഉള്ളിലേക്ക് കയറാമല്ലോ എന്ന് വിചാരിച്ചു. പഠിക്കണവർക്ക് പഠിക്കാം, മേലെഴുകണവർക്ക് മേലെഴുകാം, നാമം ചെല്ലണവർക്ക് നാമം ചെല്ലാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്, കമൻറ്റ് ചെയ്യാനും. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.